എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വീഡിയോ, ലാസ്റ്റ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ക്ലാസ്സസ് ആൻഡ് മീഡിയൻ. ക്ലാസ് ഇന്റർവൽ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. മീഡിയൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൺസെപ്റ്റ് ശതമാണ് നടുക്കുള്ളത് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നടുക്ക് വരുന്നതാണ് മീഡിയൻ. അപ്പൊ ക്ലാസ് ഇന്റർവൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നടുക്ക് വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നോക്കാം. ദി ടേബിൾ ബിലോ ഷോസ് ദി വർക്കേഴ്സ് ഓഫ് ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ വേജസ്. ഹൗ ഡു വി കമ്പ്യൂട്ട് ദി മീഡിയൻ ഡെയിലി വേജസ്? അപ്പൊ നോക്കിയേ, ഒരു ടേബിൾ തന്നിരിക്കുക. ഡെയിലി വേജസ്, ആ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിന്റെ ഡെയിലി വേജസ് 400-നും 500-നും ഇടയ്ക്ക് കൂലി കിട്ടുന്ന 6 പേരുണ്ട്. 500-നും 600-നും ഇടയ്ക്ക് കൂലി കിട്ടുന്ന 7 പേരുണ്ട്. 600-നും 700-നും ഇടയ്ക്ക് വേജസ് ഉള്ള 10 പേരുണ്ട്. 700-നും 800-നും ഇടയ്ക്ക് വേജസ് ഉള്ള 9 പേരുണ്ട്. 800-നും 900-നും ഇടയ്ക്ക് വേജസ് ഉള്ള 5 പേരുണ്ട്. 900-നും 1000-നും ഇടയ്ക്ക് വേജസ് ഉള്ള 4 പേരുണ്ട്. അപ്പൊ ആകെ എത്ര പേരുണ്ട്? 6, 7, 13, 10, 23, 9, 32, 5, 37, 4, 41 പേരുണ്ട്. അപ്പൊ ഈ 41 വർക്കേഴ്സിന്റെ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീഡിയൻ കാണുന്ന പറഞ്ഞാൽ 41 ആകുമ്പോൾ 41 കൂട്ടി 42 പകുതി എടുക്കുമ്പോൾ 21ാമത്തെ ആളുടെ വേജസ് ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 400-നും 500-നും ഇടയ്ക്ക് 6 പേരുണ്ടെന്ന്. അപ്പൊ എത്രയാണെന്ന് പ്രത്യേകം പറയുന്നില്ല, ക്ലാസ്സിനെ വരുന്നുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന ഏത് നമ്പറും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പർട്ടിക്കുലർ ഒരു നമ്പർ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ഇത്രാമത്തെ എന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മീഡിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തയ്യാറാക്കുക. അപ്പൊ അവിടെ 500-ൽ താഴെ വേജസ് കിട്ടുന്ന 6 പേരെന്ന് എഴുതും. 600-ൽ താഴെ വരുമ്പോൾ 6 7 13 വരും. 700-ൽ താഴെ ബിലോ 700, അതായത് നമ്മൾ അവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തയ്യാറാക്കിയത് 400 മുതൽ 500 വരെ 6 പേര് എന്ന് പറയുമ്പോൾ 500-ൽ താഴെ 6 പേര്. 600-ൽ താഴെ വരുമ്പോൾ 7 6 13 വരും. 700-ൽ താഴെ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരും, അതായത് 23 വരും. 800-ൽ താഴെ എന്ന് പറയുമ്പോൾ 9 കൂടി വരും, 32 വരും. 900-ൽ താഴെ എന്ന് പറയുമ്പോൾ 5 കൂടി വരും, 37 വരും. 1000-ൽ താഴെ എന്ന് പറയുമ്പോൾ 4. ആകെ എല്ലാവരും 1000-ൽ താഴെയാണ് വേജസ്. അപ്പോൾ ക്ലാസ് ഇന്റർവൽ ആയിട്ട് വരുമ്പോൾ ഡെയിലി വേജസ് ബിലോ അപ്പർ ലിമിറ്റിന് ബിലോ എന്ന് എഴുതാം. ബിലോ ദി അപ്പർ ലിമിറ്റ് അങ്ങനെ എഴുതും. അപ്പൊ 500-ൽ താഴെ ബിലോ 500, ബിലോ 600 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ കൂട്ടി പോകുന്നു. 6 6 7 13, 13 10 23, 23 9 32, 32 5 37, 37 4 41. അപ്പൊ ആകെ 41 പേരുണ്ട്. ഇനി എത്രാമത്തെയാണ് മീഡിയൻ ആയിട്ട് വരേണ്ടത്? മിഡിൽ വൺ എത്രയാണ്? മിഡിൽ വൺ എന്ന് പറയുന്നത് 41 അല്ലേ ആകെ ഉള്ളത്. അപ്പൊ 41-നോട് 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. 41 1 42, 42-ന്റെ പകുതി 21. അപ്പൊ X21 നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. 21ാമത്തേന്ന് കാണിക്കാൻ X21. അപ്പൊ 21ാമത്തെയാണ് വരേണ്ടത്, X21. അപ്പൊ X21 നോക്കിയേ, 13-നും 23-നും ഇടയ്ക്ക്. ഒന്ന് പറയണ ശ്രദ്ധിക്കണേ. ആദ്യത്തെ 6 പേർക്ക് 500-ൽ താഴെയാണ്. 7ാമത്തെ മുതൽ 13 വരെയുള്ളവർക്ക് 500-നും 600-നും ഇടയ്ക്കാണ്. 14ാമത്തെ മുതൽ 23ാമത്തെ വരെയുള്ള ആൾക്ക് 600-നും 700-നും ഇടയ്ക്കാണ്. അപ്പോൾ 21ാമത്തെ ആളുടെ വേജ് ആണ് എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ 600-നും 700-നും ഇടയ്ക്ക് ആണ് 21ാമത്തേന്ന് അറിയാവുള്ളൂ. 600-നും 700-നും ഇടയ്ക്കുള്ള എത്രയാണെന്ന് കൃത്യം നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം അങ്ങനെയല്ല വന്നിരിക്കുന്നത്, ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം 21ാമത്തെ ആണ് മീഡിയൻ. അത് 600 700 എന്ന ക്ലാസ്സിലാണ് വരുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്, മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 600 700. അപ്പൊ ഈ ക്ലാസ്സിലുള്ള ഒരു നമ്പറാണ് മീഡിയൻ ആയിട്ട് വരും. അപ്പൊ അത് ഏത് നമ്പറാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഏത് നമ്പറാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മീഡിയൻ ക്ലാസ്സിലാകെ എത്ര പേരുണ്ട് നോക്കുക. 600 700-ൽ 10 പേരുണ്ട്. അപ്പൊ ഈ 600 700 എന്ന ക്ലാസ്സിനെ 10 പേർക്ക് തുല്യമായിട്ട് വീതിക്കുക. അങ്ങനെ തുല്യമായിട്ട് വീതിക്കണമെങ്കിൽ ഈ ക്ലാസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 10 വീതിച്ചാൽ മതി. 600 700 100 അല്ലേ ക്ലാസിന്റെ വലിപ്പം. ആ 100-നെ 10 ആക്കിയാൽ 10 വീതമുള്ള ക്ലാസ് ആക്കുക. അപ്പൊ അതിന് നമുക്ക് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് മീഡിയം ക്ലാസ് 600 700. ആ മീഡിയം ക്ലാസിന്റെ വലിപ്പത്തെ 10 പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ 600 700 ക്ലാസിന്റെ സൈസ് 700 മൈനസ് 600. അതിനെ എന്നിട്ട് ആ മീഡിയം ക്ലാസ്സിൽ 10 പേരുണ്ട്, അതുകൊണ്ട് 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ 100/10 10. അപ്പൊ 10 ആയിരിക്കണം ഒരു ക്ലാസിന്റെ വലിപ്പം. അതായത് നമ്മൾ ചെയ്തെന്താണ്, 600 700 എന്ന ക്ലാസ്സിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു. 10 വരാൻ കാരണം ആ ക്ലാസ്സിൽ 10 പേരുണ്ട്. അപ്പൊ 10 പേർക്ക് തുല്യമായിട്ട് വിധിച്ചു കൊടുക്കുക.
അപ്പൊ 10 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ 600 700 10 വീതമുള്ള ക്ലാസ് ആക്കുമ്പോൾ 600 610 700 ആയി അല്ലെ. 600 610 610 620 620 630 640 30 640 ഇങ്ങനെ പോകും. അതായത് ആ ക്ലാസ്സിനെ 600 700 എന്ന ക്ലാസ്സിന്റെ വലിപ്പം 10 വരത്തക്ക രീതിയിൽ ക്ലാസ്സുകളാക്കി തിരിക്കുന്നു. ആ 10 കിട്ടിയ എങ്ങനെയാ ഡി എന്ന് പറയുന്നത്, അതായത് ക്ലാസ്സിന് 700 600 കുറച്ചിട്ട് അതിൽ 10 പേരുണ്ട്, അതുകൊണ്ട് 10 കൊണ്ട് ഹരിച്ചു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 600 700 - 600 ഡിവൈഡ് ബൈ 23 - 13 അങ്ങനെ എടുത്താലും ശരിയാണ്. 23 13 കുറച്ച് 10 ആണല്ലോ. അപ്പൊ 10 ആണ് ഡി. ഇനി ചെയ്യേണ്ടത് ഇതിൽ ആദ്യം വരുന്ന ക്ലാസ് 600 610. അതിൽ ആ ക്ലാസ്സിൽ ആദ്യം വരുന്ന ആളാരാ? 13ാമത്തെ വരെ 600 താഴെ. അപ്പൊ 13 കഴിഞ്ഞ് 14ാമത്തെ ആണ് ആദ്യം ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ 14ാമത്തെ ആൾക്ക് ആദ്യത്തെ ക്ലാസ് കൊടുക്കണം, 15ാമത്തെ ആള് രണ്ടാമത്തെ ക്ലാസ്, 16ാമത്തെ ആൾ അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾ എടുത്താൽ മതി. ആദ്യത്തെ ക്ലാസ്സിൽ വരേണ്ട ആള് ശ്രദ്ധിക്കണം, 13 വരെ 600 താഴെയാണ്. അപ്പൊ 14ാമത്തെ ആണ് ആദ്യത്തെ ക്ലാസ് വരുന്ന ആദ്യത്തെ ആള്. അപ്പൊ ആദ്യത്തെ ക്ലാസ് 600 610 ആണ്. അതിൽ വരുന്ന ആ ക്ലാസ് 14ാമത്തെ ആൾക്ക് കൊടുക്കുക. അപ്പൊ 14ാമത്തെ ആൾക്ക് ആ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഏത് നമ്പർ വേണമെങ്കിലും 600 മുതൽ 610 വരെ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ആ ക്ലാസിന്റെ നടുക്കുള്ള വില 600 610 നടുക്കുള്ള വില, അതായത് 605, അതാണ് 14ാമത്തെ ആളുടെ വേജസ് ആയിട്ട് എടുക്കുക. അപ്പൊ 14ാമത്തെ ആളുടെ വേജസ് ആയിട്ട് എടുത്ത എങ്ങനെയാണ്? ആദ്യത്തെ ക്ലാസിന്റെ ആവറേജ്, അതായത് 600 610 കൂട്ടിയിട്ട് പകുതി എടുക്കാന്നോ, അല്ലെങ്കിൽ 600 കൂടെ ഈ 10ന്റെ പകുതി കൂട്ടിയാൽ മതി. അതായത് ക്ലാസിന്റെ വലിപ്പം 10 ആണ്, 10ന്റെ പകുതി 5, അപ്പൊ 605 ആണ്. അല്ലെങ്കിൽ വെറുതെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ 600 610 നടുക്കുള്ള സംഖ്യ 605. ഏറ്റവും എളുപ്പമുള്ള വഴി 600 പ്ലസ് ഡി ബൈ 2, 10ന്റെ പകുതി കൂട്ടി. അപ്പൊ 600 പ്ലസ് 10/2 605 ആണ് 14ാമത്തെ ആള്. 14 കിട്ടിയ മനസ്സിലായോ? 13ാമത്തെ വരെ എവിടെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ 14ാമത്തെ ആണ് ക്ലാസ്സിൽ വരുന്നത് ആദ്യത്തെ ആള്. അപ്പൊ 14ാമത്തെ ആള് 600 പ്ലസ് 10/2 605. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത അപ്പോൾ എത്രയായിരിക്കും? 15ാമത്തെ എത്രയായിരിക്കും? 610ന്റെ 620 നടുക്ക് 615 വരും. അതായത് ഈ 10 വീതം കൂട്ടി പോയാൽ മതി, കാരണം അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പൊ ഡി എന്ന് എടുക്കാം, കാരണം അത് ആദ്യത്തെ മാറ്റി സീക്വൻസിന് ഡി തന്നെയാണ് ഇവിടെ ഡി ആയിട്ട് വരിക. അപ്പോൾ 14ാമത്തെ കഴിഞ്ഞാൽ അടുത്തത് കാണാൻ 605 10 ആണ്, 615 615 10 625 അങ്ങനെ ആ 10 വീതം കൂടിക്കൂടി പോകും, അതായത് ഡി കൂടിക്കൂടി പോകും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രാമത്തെയാ? 21ാമത്തെയാ. അപ്പൊ എക്സ് 14 നമുക്കറിയാം. അപ്പൊ 21ാമത്തെ കാണാൻ എന്ത് ചെയ്യണം? 21ാമത്തെ കാണാൻ ഈ 14ാമത്തേതിന്റെ കൂടെ 14 7 21. അപ്പൊ 7 ടേം മുമ്പോട്ട് പോകണം. ഇതിങ്ങനെ പോയി 7ാമത്തെ ക്ലാസ് ആണ് ഇയാൾക്ക് കിട്ടുന്നത്. അപ്പൊ 7 ഡി കൂട്ടിയാൽ മതി. അപ്പോ എക്സ് 14 പ്ലസ് 7 ഡി, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. 14ാമത്തെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതിനുശേഷം 14ാമത്തേന്ന് 21ാമത്തെയാണ് മീഡിയൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ 14 7 ആണ് 21. അപ്പോ 7 ഡി കൂട്ടണം. 7 ടൈം മുമ്പോട്ട് പോകണമെങ്കിൽ 7 പൊതു കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പൊ 14ാമത്തെ പ്ലസ് 7 ഡി, അതായത് 14ാമത്തെ 605 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 7 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 7 ഇൻറ്റു 10 70. അപ്പൊ 605 70 കൂടി കൂട്ടിയപ്പോ 675 ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ വേജസ് എന്ന് പറഞ്ഞത്. അപ്പൊ കാര്യം മനസ്സിലായോ? അപ്പൊ ക്ലാസ് ഇന്റർവൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ടതാണ്. 5 മാർക്കിന്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ പ്രോസസ് തന്നെ പഠിക്കണം. ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിള്, എന്നിട്ട് നടുക്കുള്ളത് എഴുതുന്നു, മിഡിൽ വൺ എഴുതുന്നു, അതിനുശേഷം എന്താണ്? മീഡിയം ക്ലാസ് എഴുതുന്നു. പിന്നെ മീഡിയം ക്ലാസ്സിനെ ആ ക്ലാസ്സിലുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പില് 13ാമത്തെ കഴിഞ്ഞ് 14ാമത്തെ കണ്ടുപിടിച്ചു, പിന്നെ മീഡിയം കണ്ടുപിടിച്ചു. ക്ലിയർ ആയി പറഞ്ഞത്? വേറെ ഒരു ചോദ്യം അപ്പോൾ ഒരെണ്ണോടെ ചെയ്യുമ്പോൾ മനസ്സിലാവും. The table shows some householders sorted according to their usage of electricity. Find the median. അപ്പോൾ ഇവിടെ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി 220 240 220 240 ഇടയ്ക്ക് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന 3 കുടുംബങ്ങൾ, 240 260 ഇടയ്ക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന 6 കുടുംബങ്ങൾ, 206 280 7 കുടുംബങ്ങൾ. അങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ മീഡിയം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ എന്താണ് ഇത്? ഹെഡിങ് തന്നെ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട് യൂസേജും നമ്പറും. എന്നിട്ട് അപ്പർ ലിമിറ്റ് ബിലോ 240, ബിലോ 260, ബിലോ 280, ബിലോ 300, ബിലോ 320, ബിലോ 340. അപ്പോൾ ബിലോ 240 എന്ന് പറഞ്ഞാൽ 3 തന്നെ.
ബിലോ 260 വരുമ്പോൾ 3 6 9, ബിലോ 280 എന്ന് പറയുമ്പോൾ 9 7 16, ബിലോ 300 എന്ന് പറഞ്ഞാൽ 16 10 26, ബിലോ 320 എന്ന് പറയുമ്പോൾ 26 9 35, ബിലോ 340 എന്ന് പറയുമ്പോൾ 35 4 39. അപ്പൊ എല്ലാവരും വരും ബിലോ 40 എന്ന് പറയും. ഈ അവസാനം വരുന്നത് ടോട്ടൽ ആയിരിക്കും. 340 താഴെ വരുന്നത് ഈ 39 പേരും വരും. ആകെ വരുന്നതായിരിക്കും ഏറ്റവും അവസാനം വരിക. അപ്പൊ മിഡിൽ വരുന്ന എത്രാമത്തെയാണ്? അപ്പൊ മിഡിൽ 1 കണ്ടുപിടിക്കാം. മിഡിൽ 1 ഈസ് ഈക്വൽ ടു മിഡിൽ 1 എന്ന് പറയുന്നത് ആകെ 39 ആണ്. 39നോട് 1 കൂട്ടി, കാരണം ഓഡ് നമ്പർ ആകുമ്പോൾ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. 20 40ന്റെ പകുതി 20. അപ്പൊ 20ാമത്തെയാണ് നടുക്ക് വരിക. അപ്പൊ നടുക്ക് നോക്കുമ്പോൾ 20 എവിടെ വരും? 16നും 26നും ഇടയ്ക്കാം. അപ്പൊ 16നും 26നും ഇടയ്ക്ക് 20ാമത്തെ വരുമ്പോൾ മീഡിയം ക്ലാസ് കൊണ്ട് 280 300. അപ്പൊ മീഡിയം ക്ലാസ് എഴുതുക 280 300. അപ്പൊ 280 300 എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ 10 പേർക്ക് തുല്യമായിട്ട് വീതിക്കണം. അപ്പൊ ഡി വേണം. ഡി കാണാൻ ചെയ്യണം 300 ൽ നിന്ന് 250 കുറയ്ക്കുക, എന്നിട്ട് 10 കൊണ്ട് 10 എന്ന് മനസ്സിലായാലും ആ ക്ലാസ്സിൽ 10 പേരുള്ളതുകൊണ്ടാണ് 10 കൊണ്ട് ഹരിച്ചത്. 10 കൊണ്ട് ഹരിക്കുക. 300 ൽ നിന്ന് 250 കുറയ്ക്കുമ്പോൾ ഈ 20 കിട്ടും. 20/10 2 എന്ന് കിട്ടും. അപ്പോ 280 300 എന്ന ക്ലാസ്സിനെ 2 സൈസ് വരുന്ന ക്ലാസ് ആക്കി തിരിക്കാം. അപ്പൊ നോക്കിക്കേ, 280 282 ഒരു ക്ലാസ്, 282 284 ഒരു ക്ലാസ്, 284 286 അങ്ങനെ പോകും. അപ്പൊ 2 വീതം വരുന്ന ക്ലാസ് ആയി. അതിൽ ആദ്യത്തെ ക്ലാസ് ആർക്ക് കൊടുക്കണം? 16ാമത്തെ വരെ 250 താഴെയാണ്. അപ്പൊ 17 x17 ആണ് ഇവിടെ വരേണ്ടത്. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആസ്വദിക്കണം കേട്ടോ. 16ാമത്തെ വരെ 250 താഴെയാണ്. അപ്പൊ 17ാമത്തെയാണ് 250 300 ക്ലാസ്സിൽ ആദ്യം വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ആദ്യത്തെ ക്ലാസ് x17 ആണ്. അത് ഏതായിട്ട് എടുക്കണം? ഈ ക്ലാസിന്റെ നടുക്കുള്ള വില 250ന്റെ 252ന്റെ നടുക്ക് വരുന്ന 281. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞ 250ന്റെ കൂടെ ഡിയുടെ പകുതി 2ന്റെ പകുതി കൂട്ടുക, d/2 കൂട്ടിയാലും മതി. അപ്പൊ x17 281. ക്ലിയർ ആയോ പറഞ്ഞത്? എത്രാമത്തെ കണ്ടുപിടിക്കണ്ടേ? 20. അപ്പൊ 17ാമത്തെ അറിയാം, 20ാമത്തെ കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ടൈം മുമ്പോട്ട് പോകും? 17 3 ആണ് 20. അപ്പൊ 3 ഡി കൂട്ടിയാൽ മതി. 17ാമത്തേതിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 20ാമത്തേൽ എത്തുക. കാരണം 17ാമത്തെ അറിയാം, 3 ടൈം മുമ്പോട്ട് പോകുമ്പോഴാണ് 20ൽ എത്തുക. 17ഉം 3ഉം ആണ് 20. അതുകൊണ്ടാണ് x17 + 3d. x17 ആണ് 281 എന്ന് എഴുതിയത്. ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2. അപ്പൊ 3 × 2 6. അപ്പൊ 251 6ഉം 287 ആണ് 20ാമത്തെ. 20ാമത്തെയാണ് എന്തായിട്ട് വരുന്നത്? മീഡിയൻ. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് 287. അപ്പൊ മീഡിയൻ ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത് 287 യൂണിറ്റ് ആണ്. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു ചോദ്യം നോക്കാം. അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. ഇതാണ് ചോദ്യം. ദി ടേബിൾ ബിലോ ഷോസ് ദി ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മാർക്സ് ഇൻ ദി മാത്ത് എക്സാം. ഫൈൻഡ് ദി മീഡിയൻ മാർക്സ്. അപ്പോൾ ഒരു കണക്ക് പരീക്ഷയ്ക്ക് കുട്ടിക്ക് കിട്ടിയ മാർക്കുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 0നും 10നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 4 പേര്, 10നും 20നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 8 പേര്, 20നും 30നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 10 പേര്, 30നും 40നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 9 പേര്, 40നും ഇടയ്ക്കും 50നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 5 പേര്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? മീഡിയൻ മാർക്കാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ബിലോ 10, ബിലോ 20, അതായത് അപ്പർ ലിമിറ്റ് എടുക്കണം കേട്ടോ. ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40, ബിലോ 50. ബിലോ 10 എത്ര വരും? 10ൽ താഴെ മാർക്ക് കിട്ടിയ 4 പേര്. ബിലോ 20യോ 4 8 12 പേര്. ബിലോ 30യോ 12 10 22 പേര്. ബിലോ 40യോ 22 9 31 പേര്. ബിലോ 50യോ 31 5 36. അപ്പൊ ആകെ 36 പേരാണുള്ളത്. അപ്പൊ നടുക്ക് വരുമ്പോഴോ 36 പേരും അവിടെ ശ്രദ്ധിക്കണം. 36 വരുമ്പോൾ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമ്പർ ഈവൻ ആണ്, ഈവൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ. അപ്പൊ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2 എണ്ണം വരും. 36ന്റെ പകുതി 18ാമത്തെയും 19ാമത്തെയും. അപ്പൊ മീഡിയൻ എന്ന് പറയുന്ന മിഡിൽ വൺസ് എന്ന് പറയുന്ന 18ഉം 19, x18ഉം x19. 18ാമത്തെയും 19ാമത്തെയും നടുക്ക് വരും. അപ്പൊ ആദ്യം നമുക്ക് 18ാമത്തെ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം ചെയ്ത പോലെ തന്നെ മീഡിയൻ ക്ലാസ് 20 30. അത് ആദ്യം എഴുതുക. മീഡിയൻ ക്ലാസ് 20 30. 20 30ൽ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ 10 ക്ലാസ് ആക്കി ഇതിനെ തിരിക്കണം. അപ്പൊ ഡി കണ്ടുപിടിക്കണം. ഡി കാണാൻ എന്ത് ചെയ്യണം? 30ൽ നിന്ന് 20 കുറച്ചിട്ട് 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 30ൽ നിന്ന് 20 കുറച്ച് 10 10/10 1. അപ്പൊ ആ ക്ലാസ് നമ്മൾ തിരിക്കുമ്പോൾ കിട്ടുന്ന വലിയ ക്ലാസ്സിനെ അത്രയും പേർക്ക് തുല്യമായിട്ട് വിരിച്ചു കൊടുക്കുകയാണ്. വലിയ ക്ലാസിന്റെ സൈസാണ് 10. അതിനെ 10 പേർക്ക് തുല്യമായിട്ട് വിധിക്കുമ്പോൾ 10/10 1 വീതമുള്ള ക്ലാസ് ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ നോക്കാം. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ വരേണ്ട എത്രാമത്തെ ആളാ?
ഇവിടെ 12 വരെയാണ് 20 താഴെ. അപ്പൊ 13ാമത്തെയാണ് ആദ്യത്തെ ക്ലാസ്സിൽ വരിക. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നത് 13ാമത്തെ 20നും 21ന്റെയും നടുക്കുള്ള സംഖ്യയാണ്. 20നും 21നും നടുക്കുള്ള എന്ന് പറഞ്ഞാൽ 20 അര അല്ലെ, അതായത് 1ന്റെ പകുതി അര. അപ്പൊ 20ഉം അരയും കൂട്ടി 20 അര അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 20ന്റെയും 21ന്റെയും നടുക്കുള്ള സംഖ്യ 20.5. അപ്പൊ 13ാമത്തെ കിട്ടി. എത്രാമത്തെ കണ്ടുപിടിക്കണം? 18. അപ്പൊ 18ാമത്തെ എന്ത് ചെയ്യണം? 13ഉം 5ഉമാണ് 18. അപ്പോ 18ാമത്തെ കാണാൻ 13ാമത്തേന്റെ കൂടെ 5D കൂട്ടണം. കാരണം 13ഉം 5ഉമാണ് 18. 5 ടൈം മുമ്പോട്ട് പോവുക. അപ്പോ 5 × D എന്ന് പറഞ്ഞ 1 D ഇവിടെ 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ x 13 + 5 × 1. 5 × 1 എത്രയാ? 5 തന്നെ. അപ്പൊ 20യും 5ഉം 13 നമുക്കറിയാം. 13ാമത്തെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നതാണ് 13ാമത്തെ. അത് ശ്രദ്ധിക്കണം. അപ്പോ 20യും 5ഉം കൂട്ടി 25 18ാമത്. അപ്പൊ 19ാമത്തെയോ? ഇത് 1 വീതമല്ലേ കൂടി പോകുന്നേ. D 1 അല്ലേ. അപ്പൊ 18ാമത്തെ അറിയാമെങ്കിൽ 19ാമത്തെ കാണാൻ വീണ്ടും അതിനോട് D കൂട്ടിയാൽ മതി. അതായത് ഈ 18ാമത്തെ 25 ആണെങ്കിൽ 19ാമത്തെ 25 കൂടെ D കൂട്ടുക. അതായത് അപ്പൊ 19ാമത്തെ ടേമിന്റെ 18ാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 19ാമത്തെ ടേം കിട്ടും. അപ്പൊ 25 കൂടെ 1 കൂട്ടി 26. അപ്പോ 18ാമത്തെയും കിട്ടി 19ാമത്തെയും കിട്ടി. നടുക്കുള്ള 2 കിട്ടിയ അതിന്റെ ആവറേജ് ആണ് മീഡിയൻ. അപ്പൊ മീഡിയൻ കാണാൻ ചെയ്യണം, ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കണം. അപ്പൊ half of x18 + x90. അപ്പൊ നടുക്ക് ഈവൻ നമ്പർ ഓഫ് സ്കോർസ് ആണ്. നടുക്ക് 2 വരും. ആ 2 കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണ പഴയ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. 18ാമത്തെ കണ്ടുപിടിച്ചിട്ട് അതിനോട് കോമൺ ഡിഫറൻസ് കിട്ടുമ്പോൾ 19ാമത്തെ കിട്ടും. 25 26 കൂട്ടി പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കുള്ള സംഖ്യ 26 ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 25 26 കൂട്ടിയാൽ 52 വരും. 52ന്റെ പകുതി 26. 25യുടെയും 26യുടെയും നടുക്ക് 26. അപ്പൊ 26 ആണ് മീഡിയൻ. അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു 26. ക്ലിയർ ആയ പറഞ്ഞത്? ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. കാൽക്കുലേറ്റ് ദി മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ്. ഇവിടെ ഇൻകം ടാക്സ് കുറെ ഫാമിലീസ് കൊടുക്കുന്ന ഇൻകം ടാക്സിന്റെ, എംപ്ലോയീസ് കൊടുക്കുന്ന ഇൻകം ടാക്സിന്റെ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. 1000 മുതൽ 2000 വരെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 8 പേര്, 2000 മുതൽ 3000 വരെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 10 പേര്, 3000 മുതൽ 4000 വരെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 15 പേര്, 4000 മുതൽ 5000 വരെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 20 പേര്. അപ്പൊ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ മീഡിയൻ കണ്ട് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. ബിലോ 2000 താഴെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 8 പേര്, 3000 താഴെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 8ഉം 10ഉം 18 പേര്, 4000 താഴെ ഇൻകം ടാക്സ് കൊടുക്കുന്ന 18ഉം 15ഉം 33 പേര്, 5000 താഴെ വരുമ്പോൾ 33 20ഉം 53, 6000 താഴെ വരുമ്പോൾ 22 കൂടി കൂട്ടണം. അപ്പൊ 75. 7000 താഴെ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആള് വീണ്ടും 8ഉം കൂടി കൂട്ടണം, 83. 8000 താഴെ എന്ന് പറയുമ്പോൾ വീണ്ടും 6ഉം കൂടി കൂട്ടണം, 83 6 89. 9000 താഴെ എന്ന് പറയുമ്പോൾ 9000 താഴെ 92 പേര്. 92 പേരുടെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 92 പേരുടെ ഇൻകം ടാക്സ് കൊടുക്കുന്ന പട്ടികയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ എന്ന് പറയുമ്പോൾ നടുക്കുള്ളതാണ്. എത്രാമത്തെ അവിടെ നടുക്ക് വരിക? ആകെ 92 പേരുണ്ട്. 92 ഈവൻ നമ്പർ ആണ്. അപ്പൊ നടുക്ക് 2 വരും. 92ന്റെ പകുതി എത്രയാ? 46 അല്ലെ. അപ്പൊ 46ാമത്തെയും 47ാമത്തെയും നടുക്ക് വരും. അപ്പൊ മിഡിൽ സ്കോഴ്സ് എന്ന് പറയുന്നത് 46 47. അത് ഇതിനൊക്കെ ഇടയ്ക്ക് വരും. 33നും 53നും ഇടയ്ക്കാണ് 46 47 വരുന്നത്. അപ്പൊ 33ഉം 53ഉം. അപ്പൊ ഇതിനിടയ്ക്കാണ് വരുന്നത് കൊണ്ട് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 4000 5000. അപ്പൊ മീഡിയം ക്ലാസ് കിട്ടി. ഇനി മീഡിയം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 4000 5000 20 പേരുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിനെ 20 ആക്കി തിരിക്കണം. അപ്പൊ ഡി കണ്ടുപിടിക്കണം. അപ്പൊ ഡി എഴുതാം. ഡി ആണ് എന്ത് ചെയ്യണം? 5000 നിന്ന് 4000 കുറച്ചിട്ട് 20 കൊണ്ട് ഹരിക്കണം. കാരണം ആ ക്ലാസ്സിൽ 20 പേരാ ഉള്ളത്. അപ്പൊ ഇത് 1000/20 0 വെട്ടി പോകും. 100/2 50. അപ്പോ ഈ ക്ലാസ്സിനെ 50 വീതമുള്ള ചെറിയ ക്ലാസ്സുകളാക്കി തിരിക്കുക. അപ്പൊ 4000 4050 4050 4100 4100 4150 ഇങ്ങനെ പോകും. അതിൽ ആദ്യത്തെ ക്ലാസ് 4000 4050 വരുന്ന എത്രാമത്തെ ആളാ? 33ാമത്തെ വരെയാണ് 4000 താഴെ. അപ്പൊ 34ാമത്തെ. അപ്പൊ x34 ആണ്. x34 ആണ് ഇവിടെ വരേണ്ടത്. അത് ഏതായിരിക്കണം? ഈ ക്ലാസിന്റെ നടുക്ക് 4000ന്റെയും 4050ന്റെയും നടുക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 4025. അതായത് ഈ 50ന്റെ പകുതി 25 4000നോട് കൂട്ടിയാൽ മതി. അതായത് ഈ ലോവർ ലിമിറ്റിന്റെ കൂടെ d/2 കൂട്ടിയാൽ. അപ്പൊ 4000 + 50/2 4025 ആണ് 34ാമത്തെ. എത്രാമത്തെ വേണ്ടേ?
46-ാമത്തെ 34-ഉം 12-ഉമാണ് 46. അപ്പൊ എത്ര ഡി കൂട്ടണം? 12 ഡി കൂട്ടണം. അപ്പോ x46 x34 പ്ലസ് 12d. കാരണം 34-ഉം 12-ഉമാണ് 46. അപ്പൊ 12 ടൈം മുമ്പോട്ട് പോകുമ്പോഴേ 46-ാമത്തെ ടൈമിൽ എത്തുള്ളൂ. അപ്പൊ 12 ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 50. അപ്പൊ എന്നിട്ട് x 34 എന്ന് പറഞ്ഞാൽ 4025. 4025ന്റെ കൂടെ 12 × 50 600 കൂട്ടണം. അപ്പൊ 4025 600 കൂട്ടിയാൽ 4625 എത്രാമത്തെ? 46-ാമത്തെ. അപ്പൊ 47-ാമത്തെ എത്രയായിരിക്കും? ഒരു 50 കൂടി കൂട്ടിയാൽ മതി. 47-ാമത്തെ കാണാൻ എന്ത് ചെയ്യണം? ഇതിനോട് കൂടി ഡി കൂട്ടുക. അതായത് 4625 ഡി 50 കൂട്ടുക, 4675. അപ്പൊ നടുക്കൂടെ രണ്ടും കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുന്നതാണ് മീഡിയൻ. അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് x46 പ്ലസ് x47. അതായത് ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുമ്പോ x46 എന്ന് പറഞ്ഞാൽ 4625 4675 കൂടി കൂട്ടി അതിന്റെ പകുതി എടുക്കുമ്പോൾ 4650 എന്ന് കിട്ടും. അപ്പൊ 4650 മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഈ ചാപ്റ്ററിൽ 4 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 മാർക്കിന്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. എല്ലാവരും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, ഇത് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.